ഹലോ ഗൈസ്, നമുക്ക് അയൽപക്കത്തെ കുത്തിത്തിരിപ്പ് വർത്തമാനമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അയൽപക്കം എന്ന് പറയുമ്പം നമ്മളെല്ലാവരും കൊതിയോട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അപ്പുറത്തുണ്ട്. എന്തൊക്കെയാണ് ഇയാൾ കൊണ്ടുവരുന്ന മാറ്റമെന്ന്. ഡെയിലി ഓരോന്ന് പറയും. മനുഷ്യൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ കേരളവും കൂടെ ദത്തെടുത്തൂടെ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. വാസ്തവത്തിൽ ഇവിടെ ഞാൻ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഫാനല്ല, ഞാനൊരു സൂര്യ ഫാനാണ്. മക്കൾ വിജയ് ഫാനാണ്, കോർ ലെവൽ ഫാനാണ്. അവന്മാർ എന്തും ചെയ്തു കളയും വിജയിന് വേണ്ടിയിട്ട്. അമ്മാതിരി ഫാൻസാണ് ഇവന്മാരും ഞാനും തമ്മിൽ. നല്ലൊരു ഡിബേറ്റൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും ഇവൻ സിനിമാറ്റിക്കാണ്, ഇവൻ്റെ സിനിമാറ്റിക് സാധനം കൊണ്ട് ഇവൻ കയറി ഇവർ ഉണ്ടാകാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ എനിക്കിപ്പോൾ തലവെണി കാണിക്കാൻ വയ്യ. അമ്മാതിരി കളികളാണ് വിജയ് കളിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരെണ്ണത്തിൽ നമ്മളങ്ങോട്ട് ശ്വാസം വിടാൻ പറയാം, അടുത്തത് ഇങ്ങോട്ട് വരും. ചറ പറ. അതായത് മുഖ്യമന്ത്രിയെ കാണാനൊന്നും ഇനി ആരും പോവണ്ട. അതത് തസ്തികയിലിരിക്കുന്നവർ പ്രോപ്പറായിട്ട് ജോബ് ചെയ്തില്ലെങ്കിൽ നിന്നെയൊക്കെ എടുത്ത് ദൂരെ കളയുമെന്നാണ് പറയുന്നത്. പൈസ വാങ്ങിച്ചതിന് തെളിവ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് വെറുതെ എങ്കിലും ഒരുത്തനെ പൂട്ടണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് ദൈവം പൈസ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇനാം ഉൾപ്പെടെ കിട്ടുക മാത്രമല്ല നമ്മളെ ശത്രുവായിട്ടിരിക്കുന്നല്ല അവനെ പിടിച്ച് ജയിലിൽ വിടും. ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത അമ്മാതിരിയുള്ള സിസ്റ്റം ചേഞ്ച് എന്ന് പറഞ്ഞാൽ വിജയ് കയറി അങ്ങോട്ട് സിസ്റ്റം അലക്കി അങ്ങോട്ട് വെളുപ്പിക്കുകയാണ്. സൂപ്പർ. ഫ്രീ കൊടുത്തു എന്നുള്ളത് വാസ്തവമാണ്. അമ്പലങ്ങളിലെ പൈസ എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? ദൈവത്തിന് എന്തിനു പൈസ എന്നാണ് ചോദിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. ഇതിൽ ഒത്തിരി നെഗറ്റീവ് ഉണ്ട് കേട്ടോ പുള്ളിക്ക്. അതുണ്ടാവും. 5 വർഷം കിട്ടിയില്ല. ഈ 5 വർഷം കൊണ്ട് ഈ സാധനത്തിന് നെഗറ്റീവ്, ആദ്യം കുറേ നെഗറ്റീവ് വന്നാലും പിന്നീട് പുള്ളി അത് പോസിറ്റീവ് ആക്കിക്കോളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചട കിട്ടിയ അവസരം അങ്ങോട്ട് ഉപയോഗിക്കുക. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു സിനിമ, അതിനകത്ത് ഇതുപോലെയായിരുന്നു. ഒരു ദിവസത്തെ മുതലമൈച്ചർ, അതായത് മുഖ്യമന്ത്രിയാക്കുക. അതിൽ കൂടെ മൊത്തം ആ ഒറ്റ ദിവസം കൊണ്ട് പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നഷ്ടങ്ങളൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. എന്തായാലും വിജയിന് ഇതിനകത്ത് വല്ല നഷ്ടങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. തുറുപ്പ് ചീട്ടായിട്ട് വിജയിൻ്റെ തന്നെ ഭാര്യയെ കൊണ്ടുവന്ന് നിർത്തി ഈ ഉദയനിധി സ്റ്റാലിൻ. കഷ്ടം, ഒന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് ഈ ഉദയനിധി ഇങ്ങനെ പരാജയപ്പെടുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ എന്താ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാമ്യം പോലും ഇല്ല. പിന്നെ ബജറ്റ് അവതരണം അവിടെ നടക്കുകയാണ്. ഇവ എന്തെങ്കിലും കൊനിഷ്ഠ വിളിച്ചു പറയുന്നുള്ളതിൽ തർക്കമൊന്നും വേണ്ട. ഇവനെ പൂട്ടാനായിട്ട് ഒരു വഴി നോക്കിയിരുന്നപ്പോൾ കൊണ്ടുവന്ന് അങ്ങ് ഇട്ടുകൊടുത്ത്. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയാമോ? കാവേരി നദിയുടെ വെള്ളത്തിന്റെ കേസും പറഞ്ഞുകൊണ്ട് കർണാടകയായിട്ട് ലഹളയിലാണ് വിജയ്. അപ്പോൾ അവരെന്തായാലും അങ്ങേരെ ഒത്തു, അങ്ങേർക്ക് ഓക്കെ എന്ന് പറഞ്ഞു. കാരണം വേറെ നിവൃത്തിയില്ല. വിജയ് ചോദിച്ചാൽ കൊടുക്കില്ല, വേറെ നിവൃത്തിയില്ല. നമ്മളെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നമ്മൾ രണ്ടാമതൊരു അക്ഷരവും പറഞ്ഞില്ല. നീ മുല്ലപ്പെരിയാർ മൊത്തം എടുത്തോണ്ട് പോളിയാ, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ പറഞ്ഞേ. അമ്മാതിരി അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ് വിജയ്. അപ്പോൾ പുള്ളി ചോദിച്ചു പുള്ളിക്ക് വെള്ളം കിട്ടും എന്നുള്ളതാണ്. അപ്പം വെള്ളം കിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ, ആ ഒരു ചിന്തയിൽ ഉദയാനിധി ഒരു ഡയലോഗ് അങ്ങോട്ട് കാച്ചി. ഡയലോഗ് ഉണ്ടാകുന്നല്ലേ, നമുക്ക് വെള്ളം കിട്ടുന്നോ ഇല്ലയോ, പക്ഷേ വേറെ എവിടെയൊക്കെ കിട്ടേണ്ടടുത്ത് വെള്ളങ്ങൾ കിട്ടും എന്ന്. അത് എന്താണെന്നറിയാമോ? ആ സമയത്ത് ആരോ തൃഷ എന്ന് വേദിയിലിരുന്ന് വിളിച്ചു പറയുകയോ കൂവുകയോ അങ്ങനെ എന്തോ ചെയ്തു. തൃഷയുടെ കാര്യം എന്തോ പറയാനായിരിക്കാം. ആ സമയത്താണ് പുള്ളി ഇത് പറഞ്ഞത്. അപ്പോൾ അതൊരു ദ്വയാർത്ഥ പ്രയോഗമാണ്. ഫലത്തിൽ ഇത് കേസെടുക്കാൻ പറ്റിയൊരു സാധനമാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ കേസെടുത്തു, അതും ജാമ്യമില്ലാത്ത സാധനത്തിൽ. ആ ദ്വയാർത്ഥ പ്രയോഗത്തിൽ ആളുകൾ ചിരിച്ചിട്ടുമുണ്ട്. പിന്നെ ഇത് കേസ് കോടതിയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ പറഞ്ഞ സാധനം ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ തകർക്കുന്നതാണ് എന്ന രീതിയിൽ വേറെ ആരെങ്കിലും എടുത്തൊരു വിശകലനം നടത്തി കഴിഞ്ഞാൽ പണിയുണ്ട്. പിന്നെ അറസ്റ്റിങ്, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ വിടുമായിരിക്കും. പക്ഷേ ഇതൊരു നല്ല തിരിച്ചറിവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് വരണമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ പെണ്ണുങ്ങളെ പറയുന്ന അപരാധം? ഞാനൊരു കാര്യം പറയാം, ഈ ആണുങ്ങളുടെ നാക്കിൽ നിന്ന് സ്ത്രീകളെ പറ്റി പടക്കം, മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്ന കുറേ പേരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒത്തിരി പേരുണ്ട്. യൂട്യൂബേഴ്സ് ചിലരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര മാന്യന്മാരാണെന്നൊക്കെ പറയും. നമ്മളൊക്കെ എന്തെങ്കിലും വായിട്ട് പറഞ്ഞതിനെയൊക്കെ എടുത്തു വെച്ചിട്ട് തെറിത്താത്ത എന്നൊക്കെ പറയുന്നു. ഇവൻ്റെയൊക്കെ വായിൽ നിന്ന് വീഴുന്ന കക്കൂസ് കണ്ടിട്ടുണ്ട്. കക്കൂസ് വേസ്റ്റ് പോലത്തെ സാധനങ്ങളാണ് ഇതിൻ്റെയൊക്കെ വായിൽ നിന്ന് വീഴുന്നത്. അവന്മാരെന്താ അങ്ങനെ പറയണമെന്നറിയാമോ? പെറ്റ തള്ളയോട് അവനൊക്കെ ഉള്ള വാല്യൂ അതാണ്. നമ്മളൊരു സ്ത്രീയെ കാണുന്ന നമ്മൾ അമ്മയിലൂടെയാണ്. അമ്മയിൽ കാണുന്ന ആ ഒരു സ്ത്രീയെ അമ്മാതിരി പറയാൻ പെണ്ണും പറയുന്നത് പോലെയല്ല ആണുങ്ങൾ പെണ്ണുങ്ങളെ പറയുന്നത്. നിയമം കർശനമാണ്, ഇന്ത്യയിൽ ഉടനീളം കർശനമാണ്. പക്ഷെ കേരളത്തിൽ ഇത് നിർബാധം പറയാനങ്ങ് അയക്കുന്നു. എന്ത് പോക്കൃത്തരോ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പറയാൻ അയക്കുന്നു. സ്ത്രീയുടെ ആ ഒരു പ്രൗഡിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് എങ്കിൽ അതിനെതിരെ കർശന നടപടി എടുക്കണം.
ഇത് വിജയ് ഉദയനിധിയെ പിടിച്ചതിലൂടെ അവിടെ ഉള്ള ചില അവന്മാർക്ക് നല്ല പണിയാണ് കൊടുത്തിട്ടുള്ളത്. ഇമ്മാതിരുന്ന് തെറി വിളിക്കുന്ന കുറേ പേരുണ്ട്. റീസെൻ്റ്ലി ഒരു യൂട്യൂബർ അവർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇതേപോലെ ഇരുന്ന് വൾഗാരിറ്റി സംസാരിക്കുന്നതായിരുന്നു. ആണാണ്, പുള്ളി പിടിച്ചുകൊണ്ട് പോയി, പിന്നെ വിട്ടു. പക്ഷെ പിടിച്ചുകൊണ്ട് പോയി 2-3 ദിവസത്തേക്കെങ്കിലും ജയിലിലിടും. അങ്ങേര് ജാമ്യം കൊടുക്കാത്ത വകുപ്പ് ചേർത്ത് അവന്മാരെ പിടിക്കുന്നത്. ഈ പോട്ട ആക്ട് ഒക്കെ കൊണ്ടുവന്നതും അതേപോലെ ഗുണ്ട ആക്ട് കൊണ്ടുവന്നതും ഒക്കെ തമിഴ്നാടെന്ന് ഓർത്തോണം. സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന തമിഴ്നാടാണ്. അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇംപ്ലിമെൻ്റ് ആകുന്നത് ഈ പറയുന്ന ഇന്ത്യയിൽ ഉടനീളമാണെന്നാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ തമിഴ്നാടിൻ്റെ ഒപ്പമാണ്. അതെന്തിനാണ് ഒന്നിലും പെടാതെ മാറിയിരിക്കുന്ന തൃശ്ശ ഇതിനകത്ത് പിടിച്ചിരുന്നത്? ഇപ്പോൾ ആശയപരമായ സംവാദമായിരിക്കണമല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരാണ് രണ്ടുപേരും. ഉദയനിധി ആയിരുന്നാലും ശരി തന്നെ, വിജയ് ആയിരുന്നാലും ശരി തന്നെ. ഉദയനിധിയുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വിജയ് സംസാരിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം അവർ രണ്ടുപേരെയും പ്രതിനിധീകരിക്കുന്നത് ഒരു വൻ സമൂഹത്തെയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പേഴ്സൺ ടു പേഴ്സൺ ടോക്കിലേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പറയാൻ പാടില്ല. പിന്നെ അവൻ്റെ ഫാമിലി ഇഷ്യൂവിനെ പറ്റി പറയുന്നു. ഉദയനിധിക്ക് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും തൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല എന്ന്? എന്തുറപ്പാണ്? മാത്രവുമല്ല ഇവരുടെ മുപ്പാട്ടനാര്, അതായത് അപ്പൻ സ്റ്റാലിൻ 2 കെട്ടിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റാലിൻ്റെ അച്ഛൻ 3 കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ചിന്ന വീട് വെക്കാത്ത ഒരാൾ പോലും അവരുടെ കുടുംബത്തിലില്ല, ഇയാൾ ഒഴിച്ചിട്ട്. അങ്ങനെയുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ. വിജയിൻ്റെ ഫാദർ 1 കെട്ടിയിട്ടുള്ളൂ. വിജയിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇതില്ല. സംഗീത ഇതുവരെ അയാൾ ഡിവോഴ്സും ചെയ്തിട്ടില്ല. സംഗീത പറഞ്ഞൊരു റൂമർ മാത്രമാണ് ഈ തൃഷ എന്നുള്ളത്. രണ്ടുപേരും പബ്ലിക്കിൽ വന്നിട്ട് ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞിട്ടില്ല. ദേ ആർ ഫ്രണ്ട്സ്. ഒത്തിരി സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട്. അയാളുടെ ലക്കി ജോഡിയാണ് തൃഷ. മേ ബി ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാനും ചാൻസസ് ആർ ദെയർ. എന്തുകൊണ്ടില്ല? അവൾ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച് പണം മാത്രം വേണമെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാമല്ലോ. സ്വത്ത് വേണ്ട, എനിക്ക് യാതൊരു സുഖവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സേഫ് കോർണറിൽ നിന്ന് മാറി എൻ്റെ സേഫ് സോൺ ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ ജനങ്ങൾക്കായി ഇറങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന ഒരു മനുഷ്യനെ ചുമ്മാ കയറി അങ്ങോട്ട് പിച്ച് കീറാൻ പോയാൽ ഈ ഉദയനിധിക്ക് ഒരു ബോധവും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഏതായാലും സൂപ്പർ തീരുമാനമാണ്. പിടിച്ചോണ്ട് പോയതിലൊന്നും ഒരു തെറ്റുമില്ല. 2 പൊട്ടിക്കുകയും കൂടെ ചെയ്യണം. ഒരു പെണ്ണിൻ്റെ മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ മീനിങ് ഈ ദ്വയാർത്ഥ പ്രയോഗം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാണ്. ഇവിടെ ചെയ്തിട്ടുണ്ട്. ബോച്ചയുടെ കേസിൽ ഹണി റോസ് കേസ് കൊടുത്തപ്പോഴത്തേക്ക് ബോച്ചയുടെ കേസിൽ ബോച്ചയെ പിടിച്ചകത്തിട്ടിരുന്നു. അത് എക്സ്ട്രീം ലെവലായിരുന്നു. കാണുന്നിടത്ത് നിൽക്കുന്നിടത്ത് നടക്കുന്നിടത്തും ഒക്കെ അങ്ങേർക്ക് ഈ ദ്വയാർത്ഥ പ്രയോഗമായിരുന്നു. ഈ ചിലർക്കൊരു വിചാരമുണ്ട് നമ്മളിങ്ങനെ കുറേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ മാസായി എന്നാണ്. ഇത് ആസായ വർത്താനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ആ കുടുംബത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഉള്ളത്. പിന്നെ ഇത്തരത്തിലും അധികാരം ഉപയോഗിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അത് വെച്ച് അവർ വിലപേശാൻ തയ്യാറാകും എന്നുള്ളതാണ്. പക്ഷെ അത് പ്രയോജനം ചെയ്യത്തില്ല. മുൻപ് ഇതുപോലെ ജയലളിത ഒന്ന് ചെയ്തിരുന്നു. സ്ഥിരമായിട്ട് ജയലളിത മരണപ്പെടാനുള്ള ഒരു കാരണം തന്നെ അത് തന്നെയാണ്. സ്വത്ത് ചേർക്കുന്നതും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങും വരികയും അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും അവരെ നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ഇവരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ അടി കൂടെ പണിയുണ്ടല്ലോ, അണ്ടർ വാട്ടർ ഗെയിം, അത് മനസ്സിലാക്കിയ ഉടനെ പുള്ളിക്കാരത്തെ തിരിച്ചൊരു പണി കൊടുത്തു. ഇവനെയൊക്കെ വീട്ടിൽ കയറി പൊക്കി. ഉദയനിധിക്കും സംഭവിച്ചത് തന്നെ വീട്ടിൽ കയറി പൊക്കി എന്നുള്ളതാണ്. ഈ ജയലളിതയ്ക്ക് അപ്പുറം ജയലളിതയുടെ മെൻ വേർഷനാണ് വിജയ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് പണി കൊടുക്കുന്നുണ്ടെന്നതാണ്. ഒരു പരിധി വരെ, ഒരു പരിധിക്കപ്പുറം പേഴ്സണലി പോകാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് വിജയെ താറടിക്കാൻ അവൻ്റെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു സാധനം ഈ തൃശ്ശയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതല്ലാതെ വേറെ ഒന്നും വിജയെ ചവിട്ടി ഇറക്കാൻ പറ്റത്തില്ല. കാരണം നല്ല മകനാണ്, നല്ല അച്ഛനാണ്. ഈ സംഗീത വന്നത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നല്ല ഭർത്താവല്ല എന്നുള്ള ഒരു ടേം വരുന്നത്. അതർവൈസ് അവരുടെ കുടുംബത്തിൽ വിജയിനെ കുറ്റപ്പെടുത്താനും തക്കവണ്ണം ആർക്കും പറയാനായിട്ട് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നല്ലൊരു സഹപ്രവർത്തകനാണ്, കരുണയുള്ളവനാണ്. മുൻപൊക്കെ നമ്മുടെ ഡിസാസ്റ്റർ ഇഷ്യൂ വരുമ്പോഴത്തേക്കൊക്കെ ഏറ്റവും കൂടുതൽ പൈസ അയക്കുന്നതും മുമ്പ് ലോറിയിലായിരുന്നു പ്രളയ സമയത്ത് സാധനം അയച്ചത്. ലോറിക്ക് 3-4 ലോറി നിറച്ച സാധനം വിജയ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല വിജയ് അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിടയിൽ അത് അതിര് തർക്കത്തിൽ നമ്മൾ 2 സംസ്ഥാനങ്ങളും തമ്മിലുള്ള പല ഇഷ്യൂസും കോംപ്രമൈസ് ആയി പോകും. കാരണം അത്ര ജനറസ് ആയിട്ടാണ് അയാൾ ഇടപെടുന്നത്. അതൊരു നല്ല ഒരു ഭരണാധികാരിയായിട്ട് ഇരിക്കട്ടെ. തമിഴ്നാട് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അയാൾ സെൻട്രലിൽ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പോയാൽ പൊളിക്കും കേട്ടോ, ഒരു തർക്കമില്ല. കൊന്നുകളയാനാണ് ചാൻസ്. അമ്മാതിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു നേതാവാണ്. അങ്ങനെയുള്ള ഒരാളെ ഈ ഒരു പെണ്ണിൻ്റെ കേസ് പറഞ്ഞ് ഇകഴ്ത്തേണ്ട വല്ല കാര്യമുണ്ടോ? വെള്ളം കിട്ടുമെന്ന് പറയുമ്പം അതിൻ്റെ ആ ദ്വയാർത്ഥത്തിൻ്റെ ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കാണ്. നമുക്ക് വെള്ളം കിട്ടുന്നോ ഇല്ലയോ? ചിലർക്കൊക്കെ കിട്ടേണ്ട കണക്ക് വെള്ളം കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ അതാണ് സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എത്ര റോങ് ആയിട്ടുള്ള, എത്ര വൾഗർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഓർത്തു നോക്കും.
ഈ പരസ്പരം നമുക്ക് ആശയപരമായ തർക്കങ്ങൾ ഉണ്ടാവാം, പൊളിറ്റിക്കൽ വ്യൂ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ അതുണ്ടാകാം. പിന്നെ ഈ ഉദയാനിധി പറയുന്ന ചില കാര്യങ്ങളൊക്കെ അട്ടർ നോൺസെൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ അവരുടെ സമയത്തിരുന്ന, അവരുടെ പാർട്ടി ഇരുന്ന സമയത്തുള്ള അവർ ചെയ്ത കുറേ പ്രോജക്റ്റിനെയൊക്കെ കുറച്ചുകൂടെ ഇതാക്കി എടുത്തു വെച്ച് വിജയ് കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ കാണിക്കാൻ അതിലിപ്പോൾ എന്താ കുഴപ്പം? നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പ്രോജക്റ്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അപ്പൻ്റെ സ്വത്തല്ലല്ലോ, നിന്റെ അപ്പൻ്റെ പൈസയല്ലല്ലോ എടുത്ത് അവിടെ പ്രോജക്റ്റ് പാസ്സാക്കിയത്, ജനങ്ങളുടേതല്ലേ. നീ ജസ്റ്റ് ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ മാത്രമാണ്. ഈ ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ തങ്ങൾ എന്തോ ആണെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെ അങ്ങ് തോന്നുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു സെർവൻ്റാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ജനങ്ങൾക്കാണ് വാല്യൂ. അതിൽ ഈച്ച് ഓരോ പേഴ്സണും രാജാവാണ്. നിങ്ങളാണ് ഞങ്ങളുടെ സെർവൻറ്റ്. അതെന്താ മനസ്സിലാക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇത് അയൽവക്കത്തെ ചണ്ടായതുകൊണ്ട് നമുക്കിതൊക്കെ കണ്ടു കുത്തിയിരിക്കുക എന്നുള്ളതല്ലാതെ ഇവിടെ ഇങ്ങനെ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അധികം വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആകെ വെച്ചിട്ട് വായ്വിട്ട് വാപോയ കോടാലിയായ നമ്മളെ PC എണ്ണം മാത്രം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയാസങ്ങൾ പറയും. ബാക്കിയുള്ളവരൊക്കെ ഒരു പരിധിക്ക് മേലിൽ കുടുംബ പശ്ചാത്തലങ്ങൾ എടുത്ത് വെച്ച് ഊക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിണറായി വിജയൻ്റെ ഫാമിലിക്ക് എപ്പോഴും കേൾക്കേണ്ടി വരാറുണ്ട്. പിണറായി വിജയനെയൊക്കെ തെറി വിളിക്കുക, അതൊന്നും കുഴപ്പമില്ല, ബാക്കി ആരെങ്കിലും വിളിച്ചാലേ കുഴപ്പമുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. നീയൊക്കെ എന്തരാ പറ, ഞങ്ങൾ ചെയ്യേണ്ടത് അവിടെ ചെയ്തിട്ട് പൊയ്ക്കോണ്ടിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഞാൻ വിജയൻ്റെ ഒപ്പമാണ്. കൃത്യമായി ചെയ്തു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടു. ഈ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത്തരത്തിലുള്ള വൾഗർ സ്റ്റേറ്റ്മെൻറ്റ് അയാൾ പറയാൻ പാടില്ല. ഉദയനിധിക്കും ഭാര്യയുണ്ട്, വീട്ടിൽ സഹോദരിമാരുണ്ട്. എന്തിനങ്ങനെ ഒരു പെണ്ണിനെ പറയണു? ഷീ ഈസ് നോട്ട് മാരീഡ് ആയിട്ട്, വിവാഹം ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവർ നല്ല സുഹൃത്തുക്കളാകാൻ ചാൻസ് ഇല്ലേ? അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അനാവശ്യമായി പറഞ്ഞ് സ്ഥാപിക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ പച്ചപ്പോക്കൃത്തരവും തോന്നിവാസവുമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും അവിടെ ഭയങ്കര പ്രശ്നമാണെന്നാണ് കേൾക്കുന്നത്. മിക്കവാറും തമിഴ്നാട് നിന്ന് കത്തുമെന്നാണ് പറയണത്. അതൊന്നും സാരമില്ല, മഴയല്ലേ പെയ്യുന്നത്, വെള്ളം കൊണ്ട് പോവേണ്ട കാര്യമൊന്നുമില്ല. മഴയത്ത് എല്ലാ തീകളും അണഞ്ഞോളും, നമുക്ക് സമാധാനമായിട്ടിരിക്കാം. എന്നാലും അയൽവക്കത്തൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവത്തില്ലല്ലോ. നമ്മുടെ അയൽവക്കമല്ലേ, നിങ്ങൾക്കൊക്കെ ദൂരമായിരിക്കും. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഇതോ ഇട്ടാവട്ടത്താണ്, ഇച്ചിരി അപ്പുറത്താണ്. ഇത്തിരി അങ്ങോട്ട് പോയാൽ തമിഴ്നാടായി. ചുമ്മാ പോയെന്ന് കണ്ടിട്ട് വരായിരുന്നു. ദയാനിധിമാരൻ്റെ അവസ്ഥ എന്തെന്നൊന്നും അറിഞ്ഞിട്ട് വരാൻ. ഓന് വലിയ പ്രതീക്ഷയായിരുന്നു കേട്ടാ, സത്യമായിട്ടും. ആദ്യം എന്താന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് യാതൊരു ബാക്കപ്പും ഇല്ല. അച്ഛനാണെങ്കിൽ അയാളുടെ അതിൽ തടിപ്പിക്കത്തില്ല. അതുപോലെ അപ്പൂപ്പനാണെങ്കിൽ ചാകനടം വരെ ആ കസരയിൽ നിന്ന് ഒഴിഞ്ഞും കൊടുക്കൂലായിരുന്നു. പിന്നെ ആകെ ഉള്ള വഴി എങ്ങനെയും കുറച്ച് സിനിമ അഭിനയിക്കാൻ, കിട്ടിയതൊക്കെ കുറേ കാമുകൻ റോള്. അയാൾ ചെയ്ത കണക്ക് ബ്രില്യൻ്റ് ആയിട്ട് കുറച്ച് പോലീസ് റോളോ അങ്ങനെയുള്ളതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടോ? ഒന്നും കിട്ടിയതുമില്ല. ഉള്ളതെല്ലാം കുറേ പഴം വിഴുങ്ങിയ റോളും. ഇന്നിട്ട് ഇറങ്ങിയിരുന്ന സനാതന സംസ്കാരത്തിന് ഈ നാട്ടിൽ നിന്ന് ഒഴിക്കണം, സനാതനം എന്ന് പറഞ്ഞാലേ ഒഴിക്കാൻ പറ്റാത്തൊരു സാധനമാണ്, അതെടുത്ത് ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJPക്കെതിരെ പറഞ്ഞ കുറേ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. ഒന്നാമത്തെ കാര്യം, അവിടെയൊക്കെ BJPക്ക് എന്ത് മൂല്യം കൊടുക്കുന്നു? ഇലക്ഷൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരെണ്ണമാണ് ജയിക്കുന്നത്. ഇത്രയും ഇത്രയും ജില്ലകളിൽ ഒന്ന് ജയിക്കുന്നതിന് അവരെ എതിർത്ത് ജയിക്കാമെന്ന് ചിന്തിച്ചാൽ അവനെപ്പോലൊരു മണ്ടൻ, പടുമണ്ടൻ വേറെ ആരുണ്ട? എല്ലാവരെയും മിക്സ്ചറായി നിർത്തി മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങളാണ് വിജയെ ജയിപ്പിച്ചത്. അത്ര പോലും ബോധമില്ല എന്നുള്ളതാണ്. ഇത് വലിയൊരു സബ്ജക്റ്റാണ്, നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. തൽക്കാലം ഈ വിവരം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞത് ശുദ്ധ പോക്കൃത്തരം. അതിന് കിട്ടേണ്ട പരിപാടി തന്നെ കിട്ടിയിട്ടുണ്ട്. ജാമ്യം കിട്ടി വീട്ടിൽ വന്നാലും ഈ നാണക്കേട് അവനെ വിട്ടൊഴിയില്ല. ഇനി തൃഷ എന്ന പേര് പോലും അവ ഓർക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. താങ്ക് യു.